സാറ് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നമുക്ക് അറിയുന്ന ഒരു കുട്ടി തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ എന്തുണ്ട് കേട്ടിട്ടുണ്ട്. സോ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഹൈപ്പൊക്കെ ഉള്ള കാരണം പലപ്പോഴും ഇവർ ആദ്യമേ തന്നെ ചാടുന്നത് ചിലപ്പോൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ്, അതായത് ഇതൊക്കെ ഒരു പ്രോ ഏരിയ ആണ്, ഇതൊക്കെ പയറ്റി തെളിഞ്ഞ ആൾക്കാർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ 50,000 രൂപയാണ്, കാരണം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ അല്ലെങ്കിൽ ഇൻട്രാഡേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡബിൾ ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രീഡി ഉണ്ടല്ലോ പിള്ളേർക്കുള്ളത്. അതായത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്, ഇപ്പൊ എല്ലാവരും റീൽസാ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു 1 മിനിറ്റിനോണ്ട് പരിപാടി കഴിഞ്ഞു. അപ്പൊ അതേപോലത്തെ ഒരു മൈൻഡ് സെറ്റിലേക്കാ പിള്ളേർ. അപ്പൊ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് മാച്ച് പോലെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഒരു റിയൽ പ്ലെയറുടെ ഒരു കപ്പാസിറ്റി അളക്കുന്ന ടെസ്റ്റ് മാച്ചാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും 2020 പിന്നാലെയാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇൻട്രാഡേ പോലെയാണ്. അപ്പോൾ ഇവൻ നമ്മളൊരു സിംഗ് ട്രേഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ 1 ഡേ മാച്ച് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ കുട്ടികളുടെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ ലോങ് ടൈമിലേക്ക് നോക്കേണ്ടതാണ് നല്ലത്. പിന്നെ കാര്യങ്ങൾ അറിയാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയുടെ ഒരു 5% ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അങ്ങനെ ട്രേഡ് ചെയ്ത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാമല്ലോ ഇതെന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ വളരെ പ്രോ ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവരുടെ ഏരിയ എന്ന് പറയുമ്പോൾ അവരൊക്കെ പഠിച്ച് മാസ്റ്റേഴ്സ് ആയതിനു ശേഷമാണ് അവർ ആ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുന്നത്. അവരുടെ ഇപ്പോൾ 1 crore rupees ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ 1 crore എടുത്ത് ട്രേഡ് ചെയ്യാൻ അറിയുന്നത് അവർ മാസ്റ്റേഴ്സ് ആയതിനു ശേഷം. ഇപ്പോൾ ഉള്ള പിള്ളേര് കയ്യിലുള്ള ആകെ 10,000 കൊണ്ടാണ് എന്താ ഇൻട്രാഡേയും അല്ലെങ്കിൽ FN ഒക്കെ ചെയ്യാനായിട്ട്. അതാണ് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടാനില്ല. ഇപ്പൊ നമുക്കിപ്പോ ഒരു ലഞ്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 250 രൂപ എടുക്കാൻ ബിസിനസ് ചെയ്യുന്നില്ല. ഇത് മുഴുവൻ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അധികം അതായത് അത് സൈക്കിൾ സൺട്രി ഡെപ്റ്റേഴ്സ് ക്യാഷ് ആയിട്ട് നമുക്ക്. അപ്പൊ നമ്മൾ ചില ബിസിനസ്സുകൾ തന്നെ പൂട്ടി പോകാനുള്ള കാരണം തന്നെ ഇത് റിയലൈസ് ചെയ്യുന്നില്ല. അത് ഞാൻ പലപ്പോഴും ഇപ്പൊ കോവിഡിന് ശേഷം പല ആളുകൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെയൊക്കെ ഉള്ള UAE ഉള്ള പല ബിസിനസ്സുകളും ഞാൻ അങ്ങനെ UAE ബിസിനസ് നിർത്തിപ്പോകുന്ന ആളുകൾ പറഞ്ഞ ഒരു സ്റ്റോറി ഇതാണ്. അതായത് ഇവന് ഇപ്പുറത്തെ എൻഡിൽ നമുക്കിപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എൻഡ് എന്ന് പറയാം. ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈയേഴ്സ് ആണ്. സപ്ലൈയേഴ്സിന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്താലേ എന്ത് കിട്ടുള്ളൂ, ഈ സംഭവം കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംഭവം വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് എൻഡിലുള്ള ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് നമ്മൾ ക്രെഡിറ്റിന് കൊടുക്കണം. ഇങ്ങനെ എത്ര നാൾ പോകാൻ പറ്റും? അപ്പൊ അങ്ങനെ പൂട്ടി പോയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പോൾ ഇത് ഓരോ ബിസിനസ് ടു ബിസിനസ് നമ്മൾ ഫിക്സ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും പല കസ്റ്റമേഴ്സിനെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എന്താ ഒരു സിസ്റ്റം മോണിറ്റർ ചെയ്ത് കൊണ്ടുവന്നേ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്താ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അതായത് പൈസ തരാത്ത ഒരാളുടെ അടുത്ത് ഒരു പോയിന്റിൽ നമുക്ക് ഇനി ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വേണം. എന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പൂട്ടി വീട്ടിൽ പോണ്ടി വരും. പിന്നെ സാർ നമ്മൾ ഓഡിറ്റിങ്ങിലോട്ട് കിടക്കുകയാണ് നടക്കുന്നത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അസസ് ചെയ്യാൻ വേണ്ടി പറ്റും സാറിന്റെ ഒരു കാഴ്ചപ്പാടില്? അതും ഡിപ്പെൻസ് ഓൺ ആ ഒരു ബിസിനസ് സെഗ്മെന്റ് ആണ് അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ബിസിനസ്സുകളിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആംഗിളിലാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് ഒരു ഇൻഡെപ്തിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് പല കേസുകളും ചിലപ്പോൾ ഒരു റിസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രോഡ് എലമെന്റ് ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുമല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവസരമായിട്ടുണ്ടായിരിക്കും നമ്മുടെ പല ബാങ്കിങ് ഫ്രോഡുകളും ചിലപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിലൊന്നും എമർജ് ചെയ്ത് വന്നിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തന്നെ എന്താ നിയമപരമായിട്ട് ഉള്ള ഒരു സംഭവം എന്നുള്ള ഒരു ആംഗിളിൽ വളരെ കുറച്ച് ടൈം അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓഡിറ്റിന്റെ കേസിൽ ഇപ്പോൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അത് ഒരു കമ്പനിക്ക് തന്നെയാണ്, കാരണം കമ്പനിയുടെ പോളിസിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു സീലിംഗ് കഴിഞ്ഞാൽ തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഓഡിറ്റ് ആംഗിളിൽ ഒരു ഫ്രോഡ് അല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് എലമെന്റ് മേ ബി ചില കേസുകളിലൊക്കെ നമുക്കിപ്പോൾ ഒരു ഓവറോൾ പിക്ചറിൽ ചിലപ്പോൾ നമുക്കൊരു റിസ്ക് എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ചില സെഗ്മെന്റിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ കറക്റ്റ്ലി
ഡിസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര വലിയ വലിയ ലൂപ്പ് ഹോളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക്കലി നിൽക്കുന്നത് ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൽ തന്നെയാണ്. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പരമാവധി ലൂപ്പ് ഹോളുകൾ പാക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു എറർ ഫ്രീ ഒരു 95% എന്നൊക്കെ പറയാം. പിന്നെയും ഒരു റിസ്ക് എമർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി അതിനുള്ള സിസ്റ്റം കൂടി അവിടെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ റിസ്ക് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സെഗ്മെന്റ് കൂടി ഉണ്ട് ശരിക്കും. സർ, പിന്നെ ഒരു ഡൗട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഫ്ലോ നമുക്കതെങ്ങനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും? അത് ക്യാഷ് ഇൻഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ ഔട്ട്ഫ്ലോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും? അത് രണ്ട് ആംഗിളിൽ, ബിസിനസ് ആംഗിളിലാണോ അതൊരു പേഴ്സണലൈസ്ഡ് ആംഗിളിലാണോ ചോദിച്ചത്? പൊതുവെ കോമൺ ആയിട്ട് വരും. അതെ, എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. ഇപ്പൊ 25,000 സാലറി ഉള്ള ഒരാളാണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു പോക്കറ്റ് കാലിയാവുന്നവൻ, എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും തോറും നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ ഒരു മാസത്തെ എക്സ്പെൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞപ്പോൾ പോക്കറ്റ് 22-ാം തീയതി പോക്കറ്റ് കാലിയാകുമ്പോൾ അതിനകത്ത് അടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി എന്തുകൊണ്ട് കാലിയായി എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല എക്സ്പെൻസുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം, അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്ന് എഴുതി പോയി കഴിഞ്ഞാൽ അടുത്ത മാസം വരുമ്പോൾ ഇവനൊന്ന് ആലോചിക്കും ഇത് ചെയ്യണോ എന്നുള്ളൊരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിയറിറ്റിക്കലി നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ, ഇത് ബിസിനസ്സിന് മാത്രമൊന്നും അല്ല ഈ ബഡ്ജറ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയാൽ പോലും അവർക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്കൊരു എക്സൽ ഉണ്ട്. ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അതങ്ങനെ ഫോളോ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തൊരു NBFC-യിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫിനാൻസ്, അതായത് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്, അതായത് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 1 or 2 months നമുക്ക് പ്രൊജക്ഷൻ വേണം. അപ്പോൾ ക്രോർസിലാണ് ഫിഗേഴ്സുകളൊക്കെ. അപ്പോൾ എത്ര കോടി രൂപ നമുക്ക് ബാങ്ക് പേയ്മെന്റ്, ലോൺ പേയ്മെന്റ്, അപ്പോൾ നമുക്കൊരു 2-3 months പ്രൊജക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ നാളേക്ക് ഏത് ഫണ്ട് എവിടെ നിന്ന് വേണം, എന്തൊക്കെ പേയ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ കറക്റ്റായിട്ട് ഒരു എക്സൽ വെച്ചിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ പേഴ്സണൽ ലൈഫിലേക്കും കോപ്പി ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ നവംബർ ആയാലും ഡിസംബർ ആയാലും ജനുവരി നമുക്ക് കുറച്ച് ഫിക്സഡ് പേയ്മെന്റുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ EMI ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിറ്റ് പേയ്മെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ SIP-യുടെ പേയ്മെന്റുകൾ. അപ്പോൾ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ പ്രാക്ടീസിങ്ങിലായ കാരണം നമ്മുടെ ഇൻകം ഫ്ലോ എന്ന് പറയുന്നത് വേരിയിങ് ആണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് മന്ത്ലി ഒരു ഫിക്സഡ് ഇൻകം, അപ്പോൾ നമുക്ക് സീസൺഡ് ആയ കാരണം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എത്രയൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം. അപ്പോൾ നമ്മളതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത മാസം എന്താണ്, പച്ചയാണോ ചുമപ്പയാണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ട്, നമുക്കൊരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഫണ്ട് സോഴ്സ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ലിക്വിഡേറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബഡ്ജറ്റിങ്ങിൻ്റെ കേസിൽ, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ, ക്യാഷ് എക്സ്പെൻസിൻ്റെ കേസിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് പേപ്പറിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി. പ്രശ്നങ്ങളെല്ലാം അവിടെ തീരും. നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് കഴിഞ്ഞ മാസം ഉണ്ടായ കണക്കൊന്ന് എഴുതി വെച്ചൊന്ന് അനലൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതെ. ഓക്കെ സർ, ഇനി നമുക്ക് ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ അക്കൗണ്ട്സിന്റെ ഓഡിറ്റിങ്ങിന്റെ ഫീൽഡിലോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് സാർ എങ്ങനെ കാണുന്നു? അത് പോസിറ്റീവായിട്ടാണോ, അത് അഡ്വേഴ്സ്ലി നമ്മളെ അഫക്റ്റ് ചെയ്യുമോ? എന്താണ് സാറിന്റെ അഭിപ്രായം? ഞാനത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഓഫീസിലും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഈ AI ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ChatGPT ആയാലും ജെമിനി ആയാലും കോപ്പൈലറ്റ് ആയാലും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ചിലപ്പോൾ ChatGPT തരുന്ന ലെറ്റർ ഞാൻ ചിലപ്പോൾ ജെമിനിക്ക് എടുത്ത് കൊടുക്കും, അത് റിവ്യൂ ചെയ്യാൻ പറയും. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഔട്ട്കം കിട്ടും. അപ്പോൾ AI ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മളെ ഇത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള് ഇപ്പം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മളത് യൂസ് ചെയ്യാം. അത് നമ്മളെ റീപ്ലേസ് ചെയ്യുന്നതിലുപരി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇലോൺ മസ്കിന്റെ തന്നെ ഒരു കോട്ടുണ്ട്. അതായത് AI will not replace you, but a person knows AI will replace you. Yes. AI നമ്മളെ റീപ്ലേസ് ചെയ്യൊന്നുമില്ല, പക്ഷേ
AI പഠിച്ചൊരുത്തം ചിലപ്പോൾ നമ്മളെ നമ്മളെ റീപ്ലേസ്. അതെ അതെ ശരിയാണ്. അത് കാരണം കുട്ടികളാണെന്നുണ്ടെങ്കിലും അത് AI ഒന്ന് നമ്മളത് അഡോപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിനി അതിനെ ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ട്രാക്ടർ വന്നപ്പോൾ, കമ്പ്യൂട്ടർ വന്നപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കേരളത്തിലെ പലരും അത് ഡിഫെൻഡ് ചെയ്തു. പക്ഷെ ഇപ്പൊ അവരൊക്കെ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തേ പറ്റൂ, അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സെനാരിയോല്ലേ, ഇപ്പൊ എന്താ നമ്മളിപ്പോ ഒരു ജനറേറ്റീവ് AI ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ സെനാരിയോയില് എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഞാൻ തന്നെ AI യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കൊരു ഡൊമൈൻ നോളജ് ഉണ്ട് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വണ്ടർഫുള്ളി പെർഫെക്റ്റ്ലി, അല്ലെങ്കിൽ അത്രയധികം അതിൻ്റെ ഒരു മൈലേജ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിനിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ വേണം എന്ന് വിചാരിക്കും. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുക, ആളിരുന്ന് സെക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്ന് കമ്പ്യൂട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, എനിക്ക് ഇന്ന ഡേറ്റിൽ ഇത് ഇൻഡെക്സേഷൻ എടുത്തിട്ട് ഇന്ന ഡേറ്റിൽ ഇൻഡെക്സേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് സെക്ഷൻ 54 എക്സംഷൻ എടുത്തു. അതായത് ഒരു ഡൊമൈൻ നോളജ് ഉള്ള ഒരാൾക്ക് ഇത് എന്താ വണ്ടർഫുള്ളി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ടെക്നോളജി. ഇപ്പോൾ നേരത്തെ അഫ്സൽ പറഞ്ഞിരുന്നല്ലോ, ഇത് അക്കൗണ്ടൻസിനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ളത്. ഇപ്പോഴത്തെ സെനാരിയോയിൽ എനിക്ക് തോന്നുന്നില്ല. ഫോർ ദ ടൈം ബീയിങ് സ്കോപ്പ് ഉണ്ട്. ഭാവിയിൽ എന്താവെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സെനാരിയോയിൽ ഡൊമൈൻ നോളജ് ഉള്ള ഒരാൾ, ഒരു സാധാരണക്കാരന് അങ്ങനെ ഒരു പ്രോംപ്റ്റ് ഇടാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണക്കാരന് ഇൻഡെക്സേഷനും അല്ലെങ്കിൽ സെക്ഷൻ 54 കോട്ട് ചെയ്തുകൊണ്ട് ആൻസർ തരണം എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഒരു ഡൊമൈൻ നോളജ് ഉള്ള ഒരാൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെ നോളജ് ഉള്ള ഒരാൾക്ക് AI ഒരു വണ്ടർഫുൾ ടൂളാണ്. കാരണം ആളുടെ പണി ഒരു 90% കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഓഡിറ്റിങ്ങിന്റെ ഒരു ഏരിയോട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റേണൽ കൺട്രോൾ ഉണ്ട്, ഓക്കെ, ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് അത് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു സിസ്റ്റം പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു ബിസിനസ്സിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ എന്ന കാര്യങ്ങൾ വേണം. ഇപ്പോൾ ഒരു പേയ്മെന്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ, ഇപ്പോൾ 2 പേര് സൈൻ ചെയ്താലാണ് ഇത് ചെക്ക് പാസ്സാവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ കൺട്രോൾ ആണ്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതൊരു കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ആ ഇന്റേണൽ കൺട്രോൾ തന്നെ സഫിഷ്യന്റ് ആണോ എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഇന്റേണൽ ഓഡിറ്റർ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇത് ബൈപ്പാസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, വേറെ എവിടെയെങ്കിലും ഏരിയയിൽ ഇന്റേണൽ കൺട്രോൾ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അതിന്റെ ഒരു വൺ ഓഫ് ദ ഒരു സിസ്റ്റമാറ്റിക് ടൂള് മാത്രമാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു പോയിന്റിൽ തീരണില്ല. ഇതിങ്ങനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പൊ നമുക്കൊരു പോയിന്റിൽ ഒരു ബിസിനസ്സിൽ ഇതാണ് നമ്മുടെ ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ തീർക്കാൻ പറ്റില്ല. ഇത് ഓരോ ദിവസവും ഓരോ സമയവും ഇതിങ്ങനെ എക്സ്പാൻഡ്, കാരണം നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. ബിസിനസ് പുതിയ ഏരിയയിലേക്ക് പോകുന്നു. അപ്പോൾ പുതിയ കൺട്രോൾസ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതൊരു എവർ ഗ്രോവിങ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സർ TDSലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. അതായത് വേറെ ഒരു ഇൻകോ ഇല്ല. ഓക്കെ, ഒരാള് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു മന്ത്ലി ഒരു 20,000 ഏൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് TDS പിടിക്കണോ? അതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്? അതിനെ കുറിച്ചൊന്ന് ഷെയർ. TDSന്റെ കേസിൽ ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യാണ്, സാലറീഡ് ആണ് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ന്യൂ ടാക്സ് റെജീം പ്രകാരം ഏകദേശം 7.25 ലക്ഷം രൂപ വരെ ആൾക്ക് ടാക്സ് വരുന്നില്ല. ടാക്സ് വരുന്നുണ്ട്, പക്ഷെ അത് റിബേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഒരു എംപ്ലോയർ, ഇപ്പോൾ ആൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 7.25 ലക്ഷം രൂപ വരെ TDS അവിടെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. സെക്ഷൻ 192 സാലറിയിൽ വരുന്നത്. അപ്പോൾ അവിടെ അത് അപ്ലിക്കബിലിറ്റി വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആളൊരു കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ സെക്ഷൻ 194 TDS വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പേയ്മെൻറ്റ് 30,000 ഒക്കെ കടക്കുകയാണെന്നുണ്ടെങ്കിൽ TDS അപ്ലിക്കബിൾ ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പല ആളുകൾക്കും വേറൊരു കൺഫ്യൂഷൻ ഉള്ളത്, ഇപ്പോൾ ഇത് ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവർ ബാങ്കിൽ പൈസ ഇട്ടിട്ട് 15G സബ്മിറ്റ് ചെയ്യുക, അതായത് TDS പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്സർ, അതായത്
ഒരു 2.5 lakhs ഒക്കെ, അതായത് TDS ബേസിക്കലി ഇൻട്രസ്റ്റിന്റെ കേസിൽ എക്സംഷൻ ഉള്ളത് 40,000 റുപ്പീസിനാണ്. അപ്പോൾ ഒരാൾക്ക് 40,000 കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറലി അയാൾ 15G അല്ലെങ്കിൽ 15H കൊടുക്കേണ്ടതായിട്ട് വരും ഇവിടെ. അപ്പോൾ 15G 15H കൊടുത്തോടു കൂടിയിട്ട് അവർ ആ ഒരു വിൻഡോന്ന് രക്ഷപ്പെടുന്നൊന്നുമില്ല. അതായത് സബ്സിക്വൻ്റ്ലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ബാങ്ക് ഇത് റിപ്പോർട്ട് ചെയ്യും. ഒരാൾക്ക് 1 lakh റുപ്പി TDS കൊടുത്തിട്ടുണ്ട്, മീൻസ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ TDS പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു 15G അപ്ലോഡ് ചെയ്യുമ്പോൾ TDS റിട്ടേണിൻ്റെ കൂടെ ഇത് കയറിപ്പോകും. അപ്പോൾ പലപ്പോഴും ഇയാളുടെ 26 IS IS കൊടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കണുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ഒരു വലിയൊരു ഫിഗറൊക്കെ ആണെന്നുണ്ടെങ്കിലേ, ഇപ്പോൾ ഒരാൾക്ക് ഇൻട്രസ്റ്റ് തന്നെ ഒരു 3 lakhs റുപ്പീസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു പലരും വിചാരിക്കണം എൻ്റെ TDS പിടിച്ചിട്ടില്ല, എനിക്ക് അപ്പോൾ ഇനി റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യണ്ട എന്നുള്ള ആംഗിളിൽ. അങ്ങനെയുള്ള കേസിലായിരിക്കുമ്പോൾ അപ്പോൾ അതിൽ വരുന്നത് നാച്ചുറലി അവർ റിട്ടേൺ ഫയൽ ചെയ്യണതാണ്. അതായത് അവർ ചിലപ്പോൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരില്ല, പക്ഷെ പല ആളുകൾക്ക് ഇത് അറിയില്ല. അതായത് എന്താ സംഭവിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു 3 lakhs ഇൻട്രസ്റ്റ് ഉണ്ട്, എന്തെങ്കിലും വേറെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാൻ ചിലപ്പോൾ ഒരു 10-20,000 രൂപ ഉണ്ടെന്നായിരിക്കും. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഒരു 3 lakhs ഒരു അതർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 20,000 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. പിന്നെ പലതും ഇപ്പോൾ ചിലപ്പോൾ ഡിവിഡൻഡ് അപ്പോൾ ഇപ്പോൾ എല്ലാം മാപ്ഡാണ്. AS നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അറിയാം ഒരാളുടെ. അപ്പോൾ ഇതൊക്കെ മാപ്ഡാണ്. അപ്പോൾ ഒരു 3.2 lakhs ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ്. പക്ഷേ ഇവർ വിചാരിക്കുന്നത് എനിക്ക് TDS പിടിച്ചിട്ടില്ല, ഞാനിനി ഫയൽ ചെയ്യണ്ട. പക്ഷെ ജസ്റ്റ് ഒരു കംപ്ലൈൻസ് ആണത്. പക്ഷെ അടുത്ത പ്രശ്നം എന്താ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യണില്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസംബർ വരെ സമയമുണ്ടല്ലോ, അപ്പോൾ ഡിസംബറൊക്കെ കഴിഞ്ഞ് ജനുവരി ഒക്കെ ആകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ നോട്ടീസ് അയച്ചു തുടങ്ങും. അപ്പോൾ വൺസ് അത് നോട്ടീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു എന്തിനാ നമ്മൾ ഒരു നോട്ടീസ് ഇൻവൈറ്റ് ചെയ്യണത്, ശരിക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നോട്ടീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് കംപ്ലൈൻറ്റ്സ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ നിൽക്കും. അപ്പോൾ സേഫ് എനിക്ക് തോന്നുന്നത് TDS ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു പെർവ്യൂവിൽ വരികയാണെന്നുണ്ടെങ്കിൽ TDS ഇല്ല, TDS അപ്ലിക്കബിലിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മുടെ വരുമാനം ഒരു 3 lakhs ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്തിടാം. ഫയൽ ചെയ്തിടാം. ടോട്ടൽ ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കണ്ട, റിട്ടേൺ ഫയൽ ചെയ്തിടാം. ജസ്റ്റ് കംപ്ലൈ ചെയ്തിടാം. നമ്മളൊരു ലോ ആണല്ലോ, ഒരു ആക്ട് ആണല്ലോ, ആക്ട് കംപ്ലൈ ചെയ്യാം.